ആണവ ബോംബ് നിർമ്മിക്കാൻ ശേഷിയുള്ള വസ്തുക്കളൊന്നും ഇറാൻ കൈവശം വെക്കില്ല എന്ന് ഉറപ്പ് നൽകിയതായി ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽബുസൈദി അറിയിച്ചു. ഇറാൻ US ആണവ കരാർ ചർച്ചകൾ പുരോഗമിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ഒത്തുതീർപ്പ് കരാർ നമ്മുടെ പരിധിക്കുള്ളിൽ എത്തിക്കുന്നതിന്റെ ഒരു വഴിത്തിരിവാണ് ഇത് എന്നായിരുന്നു ഒമാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. ഒരിക്കലും ബോംബ് നിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു വസ്തുവും ഇറാൻ കൈവശം വെക്കില്ല എന്നത് ചർച്ചയിലെ സുപ്രധാന നേട്ടമായി കാണാമെന്നായിരുന്നു ഒമാൻ പറഞ്ഞത്. മുൻ പ്രസിഡന്റ് ഒബാമയുടെ കാലത്ത് നടന്ന ചർച്ചകളിൽ പോലും കാണാൻ കഴിയാത്ത നേട്ടമാണ് ഇത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇറാൻ US ചർച്ചകളിൽ പുരോഗതിയുണ്ട് എന്നും നയതന്ത്രങ്ങൾക്ക് സമയം നൽകണമെന്നും മധ്യസ്ഥത വഹിച്ച ഒമാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് നയതന്ത്രമല്ലാതെ മറ്റൊന്നും പകരമായി കാണാനാവില്ല എന്നും ഒമാൻ വ്യക്തമാക്കുന്നു. അതേസമയം കരാറിൽ സംതൃപ്തനല്ല എന്നായിരുന്നു ചർച്ചയ്ക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. സൈനിക നടപടിയുടെ കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ജനീവയിൽ നടന്ന ചർച്ചകൾ കരാറില്ലാതെ പിരിഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഇങ്ങനെയൊരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. തങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകാൻ ഇറാൻ തയ്യാറാകാത്തതിൽ സന്തോഷമില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ ആണവ അഭിലാഷങ്ങൾക്കെതിരെ കരാറിലെത്തിയില്ല എങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. യുദ്ധത്തിലേക്ക് നീങ്ങാൻ തനിക്ക് താല്പര്യമില്ലെങ്കിലും ചില സമയങ്ങളിൽ അത് അനിവാര്യമായി വരുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. 2023 ഇറാഖ് അഗ്നിവേശത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏറ്റവും വലിയ സൈനിക വിന്യാസത്തിന് ട്രംപ് ഇതിനകം ഉത്തരവിട്ട് കഴിഞ്ഞു എന്നതാണ് ലോകത്തെ നടുക്കുന്നത്. അതേസമയം ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് രാജ്യം വിടാൻ വേണ്ടി ഉടൻ അമേരിക്ക നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇസ്രായേലിലെ എംബസി ജീവനക്കാർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം അതിന് തയ്യാറെടുക്കണമെന്നാണ് ഇസ്രായേലിലെ US അംബാസിഡർ മൈക്ക് ഹക്കബി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷ സാധ്യത രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അടിയന്തര ജോലികൾ പൂർത്തിയാക്കേണ്ട ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും ഒഴികെ ബാക്കിയുള്ളവർ എത്രയും വേഗം രാജ്യം വിടണമെന്നാണ് മൈക്ക് ഹക്കബി നിർദ്ദേശിച്ചത്. ഇസ്രായേലിൽ തുടരുന്നവർ പഴയ ജെറുസലേം, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യരുത് എന്നും മൈക്ക് ഹക്കബി ഇമെയിൽ സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്.